ക്ലീറ്റോ ക്ലീറ്റോ എന്താ എന്താണ്ട് കൊണ്ടൊന്ന് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ ഉണ്ടെന്നേ പറ ക്ലീറ്റോ, ഞാൻ നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലമൊക്കെ ഒന്ന് മാറാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതെന്താ അങ്ങനെ? ക്ലീറ്റോ പണിക്കൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. എടീ, കർത്താവ് എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് വാരിക്കോരി കൊടുത്തോണ്ടിരുന്നാലേ നമ്മളെയൊക്കെ എപ്പോഴാണ് സഹായിക്കണേ? എന്താ വന്ന് പറഞ്ഞോ സഹായിക്കാന്ന്? അതൊന്നും തന്നെ വേണമെങ്കിൽ പറയാം. എന്താ ഇതിനകത്ത് പറ ക്ലീറ്റോ? അതൊന്നുമില്ല. ഞാൻ നോക്കട്ടെ. നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ നല്ല സമയമായിരിക്കും. ആഹാ, ഇത്ര നല്ല സമയം ഉണ്ടാക്കണ സാധനം. ഓ, ഇതാണ് നിങ്ങളുടെ നല്ല സമയം ഉണ്ടാക്കണ സാധനം. ലോട്ടറി. ഓ ക്ലീറ്റോ, പഠിക്കാൻ പോവും. അപ്പൊ ലോട്ടറി നിനക്കൊരു പുച്ഛം. എന്തോരം ആൾക്കാർ എടുക്കണു. ഞാൻ ഇന്നേ വരെ പൈസ കൊടുത്ത് ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഇനി ആ വഴിക്കും കൂടി പൈസ കളയും. എടീ, ഞാനേ ദൈവം ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമ്മുടെ നല്ല സമയം കൊണ്ട് തരുന്നത്. ഞാനിന്ന് നമ്മുടെ ആ കവലയിൽ നിന്നപ്പോൾ ഒരു താടിയൊക്കെ വെച്ചിട്ടൊരാൾ കേട്ടോ, അയാൾ ലോട്ടറി കൊണ്ടുവന്ന് എന്നോട് ഇങ്ങനെ വന്നിട്ട്, ആള് സംസാരശേഷിയില്ലാത്ത ആളാണ്. ലോട്ടറി എടുത്തിട്ടേ ഇങ്ങനെ എന്നോട് നീട്ടിയിട്ട് അയാൾ മുഖത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് മുകളിൽ അയാൾ പറയണം, മോനെ നീ ഇത് എടുക്കണം, ഇത് നിൻ്റെ നല്ല സമയം വരാൻ പോവുകയാണ്, എൻ്റെ കഷ്ടപ്പാടെല്ലാം ഇതുകൊണ്ട് മാറുകയാണ്, ഈ ടിക്കറ്റ് നീ എടുക്കണം, ഇത് കർത്താവ് നിനക്കായിട്ട് പറഞ്ഞു വെച്ചേക്കണ നമ്പറാണ്, ഇത് ഫസ്റ്റ് പ്രൈസ് ആണെന്ന്. എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അയാൾ ആ സംസാരത്തിൽ അയാളുടെ മുഖത്തും രൂപത്തിലൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ദിവ്യ ഒരു ചൈതന്യം. എന്താ ഞാനെന്ത് ചെയ്തു, നടരാജൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ എടുത്താൽ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു. തിരിഞ്ഞു നോക്കട്, ആളെ കാണാനില്ല. അയ്യോ, എത്രയുടെ ലോട്ടറിയാ? 1 കോടി. എൻ്റെ അമ്മേ, ഇതെങ്ങനെ അടിച്ചാലോ ക്ലീറ്റോ? അടിച്ചാൽ എന്താ, നമുക്ക് പൈസ കിട്ടും. 1 കോടി രൂപ നമ്മൾ എന്ത് ചെയ്യും? 1 കോടി അടിക്കണമെങ്കിൽ 1 കോടിയും കിട്ടില്ല. ഒരു 35 ലക്ഷം രൂപ ടാക്സ് അത് ഇതൊക്കെ പോയാൽ 65 ലക്ഷം രൂപ കിട്ടും. എന്നാലും 65 ലക്ഷം രൂപയല്ലേ ക്ലീറ്റോ? മതിയല്ലോ, നമുക്ക് നല്ലൊരു സന്തോഷമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ട് 65 ലക്ഷം രൂപ ധാരാളമല്ലേ. ആദ്യം തന്നെ ഒരു വീട് വെക്കണം കേട്ടോ ക്ലീറ്റോ. ഏറ്റവും ആദ്യം ഇത് ലോട്ടറി അടിച്ച അപ്പം തന്നെ പൈസ കിട്ടിയ ഉടനെ തന്നെ വീടിന്റെ പണി നോക്കിക്കോളണം. പിന്നെ വേണ്ട, ഇതിൽ കുറച്ച് വള എനിക്കൊന്നും വേണ്ട, മാല വേണ്ട. നിനക്ക് വേണ്ട, പക്ഷെ അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, നിന്റെ കയ്യിൽ വളയൊക്കെ കിടക്കുന്ന. പിന്നെ തക്കളിമോളുടെ പേരിൽ ഒരു 10-20 ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് ഇടണം. 20 വേണ്ട, ഒരു 20 ഇടണം ക്ലീറ്റോ. അവളെ സാധാരണക്കാരന്റെ കൂടെ ഇറക്കി വിടാൻ പറ്റും. അവളുടെ കല്യാണ സമയത്ത് നമ്മൾ പിന്നെ ഓടേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും സാധാരണക്കാരന്റെ കൂടെ ഇറങ്ങി പോയെന്ത് ചെയ്യും? അങ്ങനെയൊന്നും എൻ്റെ കൊച്ചു ബുദ്ധിമോശം കാണിക്കൊന്നുമില്ല. എന്തോ പോടിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇടാം. 20 വെച്ചോ. ഇപ്പോൾ 20 തന്നെ ഇടണം. 20 ലക്ഷം രൂപ ഇടണം. പിന്നെ നടരാജന് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. പിന്നെ നടരാജന് ഇപ്പം ഇതിനെടുത്ത് കൊടുക്കാൻ പോകും. ഇതിനെ നടരാജന് കൊടുക്കണേ? എടീ, അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താൽ ഞാൻ ടിക്കറ്റിൻ്റെ കാശ് കൊടുത്തത്. അതിന് വേണമെങ്കിൽ ഒരു 50 രൂപ നാളെ ഞാൻ തരാം, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അങ്ങനെ ആരുടെ ഔദാര്യം ഇത് പറയണത് വെറും ഈ അല്പന്മാരുടെ ഒരു സ്വഭാവമാണ്. അല്പത്തരല്ല ക്ലീറ്റോ. അവർക്ക് ഇഷ്ടം പോലെ സ്വത്തും പണവും പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് ജോലിയും ഒക്കെ ഉണ്ട്. അവർക്ക് ഇപ്പൊ നമ്മുടെ പൈസയുടെ ആവശ്യമൊന്നും. അല്ല, അതുകൊണ്ട് എന്താണ്, എന്നെ പല ആപത്തിലും സഹായിച്ചാണ് നടരാജൻ, കോമളൻ, അൻസാർ. എന്ത് സഹായിച്ചിട്ടുണ്ട്? അവര് പൈസ കടം തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കണക്ക് പറഞ്ഞ് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. എടി, അത് തരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആ മനസ്സ് കണ്ടിട്ടാണെങ്കിൽ ആദ്യം കനകനെ സഹായിക്കണം. അവൻ ആണോ? അവനെ പാവ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് കാര്യമുണ്ടോ ക്ലീറ്റോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ കൊച്ചിന്. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയണ്ട. കനകൻ എന്തേലും ചെയ്യാം. എന്തേലും ചെയ്താൽ പോരാ, അവന് നല്ല കാര്യമായിട്ട് ചെയ്യണം. കാര്യമായിട്ട് പിന്നെ അതങ്ങ് ചെയ്യാം. അങ്ങനെ ഒന്നും വിചാരിക്കണം. എന്റെ അഭിപ്രായത്തിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു വരുമാനം കിട്ടാൻ പാകത്തിന് ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കണം. മാത്രം മതിയോ? അത് മതി. അയ്യോ, പിന്നെ സർക്കാർ ജോലിക്ക് ആര് പോടി? സർക്കാർ ജോലിക്ക് അതല്ല അവനല്ലേ പോണത്. അവളുണ്ടല്ലോ, പഠിച്ചതാ. നിങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത മറ്റെന്താ കോമളനും നടരാജനും കൊടുക്കണം. അതെ, അവരൊക്കെ നിന്റെ ഈ ആങ്ങളെ നിനക്ക് ബന്ധമുണ്ടല്ലോ, അതുപോലെ തന്നെ അവരെല്ലാം എന്റെ സ്വന്തം സഹോദരന്മാരാണ്. എനിക്ക് അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്. നിങ്ങളുടെ പെങ്ങൾക്ക് വേണമെങ്കിൽ 10-15 അങ്ങോട്ടൊന്നും വേണ്ട. അതല്ലാതെ ആർക്കും ഇതിന് പുറത്ത് ഒരാൾക്കും രൂപ കൊടുക്കാൻ. ഞാനൊരു കാര്യം പറയാം. ഇനി എന്റെ ഇതിനകത്തുനിന്ന് അടിച്ചു കഴിഞ്ഞാലുള്ള എന്റെ പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു പാർട്ടിക്ക് ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ കൂടാനുള്ള ഒരു ബിൽഡിങ്
ഒരു 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 2-2.5 സെൻറ്റിൽ ഒരു ബിൽഡിങ്, ചെറിയൊരു ഇത്. ഞങ്ങൾക്ക് കുറച്ചൊരു 10-50 പേർക്ക് ഇരുന്ന് മീറ്റിംഗ് കൂടാൻ പറ്റിയത്. എന്നിട്ട് അതിൽ ക്ലീറ്റോ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും ക്ലീറ്റോ മെമ്മോറിയൽ നാക്കാൻ പറ്റണം. ആ രീതിയിൽ ഒരു സാധനം വേണം. കുറച്ച് ബുക്കുകൾ, വായനശാല പോലെ കുട്ടികൾക്ക് നാടിന് ഗുണം ചെയ്യുന്ന ഒരു സാധനം. എന്നാ പിന്നെ അതിന് മുമ്പിൽ ക്ലീറ്റോന്റെ ഒരു പ്രതിമയും കൂടി സ്ഥാപിക്കും. വയ്ക്കുപടി 1 2 പ്രതിമ ഞാൻ വയ്ക്കും. അത് എന്റെ സൗകര്യമാണ്. ക്ലീറ്റോ മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാരുണ്ടാവും. ആയിക്കോട്ടെ, നമ്മൾ ഈ നാട്ടിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എന്നും നമ്മൾ ഓർക്കണം ജനങ്ങള്. നിങ്ങൾ ഓർക്കും, തല ഓർക്കും. പിന്നെ എന്ത് കാര്യം അല്ലാതെ ചെയ്തിട്ട്? ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാണ്. ഇത് ഞാൻ എടുത്തോണ്ട് വന്നതാണ്. നമ്മൾ ഈ വീട്ടില് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കണം. അഭിപ്രായത്തിന് വിലയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ നിന്റെ കുട്ടിയുടെ കാര്യം നീ പറഞ്ഞ ഞാൻ സമ്മതിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാം നീ പറയണ സമ്മതിച്ച ഇനി നിന്റെ ആങ്ങളേക്കും ഭാര്യയ്ക്ക് ഒരു കൊടുക്കണം. അവരുടെ വീട്ടിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അയ്യോ, അപ്പൊ നിനക്കെന്താണ് ഈ വീട്ടിലൊരു വിലയില്ലടി? നീ അല്ല ചോദിച്ചോ, നീ ഹവീൽദാരുടെ മോളല്ലേ? ഞാൻ ഹവീൽദാരുടെ മോള് തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ചെലവിലല്ലേ ജീവിക്കേണ്ടത്? ആണല്ലോ, നീ എന്റെ ചെലവിലാണല്ലോ ജീവിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയണ അനുസരിച്ച് എന്റെ കൂടെ നിക്കണം. അങ്ങനെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ക്ലീറ്റോ. ഇതിപ്പോ ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തോണ്ട് അവകാശം പറയല്ലേ തങ്കം? അത് ഞാൻ പറയും. നിങ്ങൾ എന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ പറയും. ഞാൻ പറയണ പോലെ ഇവിടെ കാര്യം നടക്കണം. അങ്ങനെ തീരുമാനിക്കാൻ പറയട്ടെ. നിങ്ങൾക്ക് അത്ര അത്യാവശ്യം 1 ലക്ഷം രൂപ എടുത്തോ, ബാക്കി പൈസ എടുത്തോടാ. ഞാൻ സമ്മതിക്കൂല. 1 ലക്ഷം രൂപ വേണ്ട, എനിക്ക് 1 രൂപ തേടി. പാർട്ടി നീ കൂടുതൽ നേടിക്കണ്ട. 40 ലക്ഷം രൂപ ഞാൻ എടുക്കും. 25 ലക്ഷം രൂപ നിനക്ക് തരും. 40 ലക്ഷം രൂപ മുഴുവൻ ഞങ്ങൾ എടുത്തോ. നിനക്ക് വേണ്ടെങ്കിൽ മുഴുവനും ഞാൻ എടുക്കടി. എങ്കിൽ ഞാൻ പാർട്ടിയുടെ ഓഫീസ് കുറച്ചുകൂടെ വലുതാക്കും. എന്ത് കാര്യം നിങ്ങൾക്ക് പുഴുങ്ങി തിന്നാനോ ഓഫീസ്? പുഴുങ്ങി തിന്നോടി. നടക്കൂല ക്ലീറ്റോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പദ്ധതി നടക്കൂല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ പറ്റുമോ? അല്ലേ, ഞാൻ ചോദിച്ചോട്ടെ, നീ ആരാടി എന്റെ ഭർത്താവ്? അല്ല, അറിയാൻ വൈദ്യുതി ചോദിക്കണം. നീ എന്നെ അനുസരിപ്പിക്കാൻ ആരാടി നീ? ഞാൻ നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ട്. അയ്യോ, നീ പറയണ എല്ലാം ഞാൻ അതുപോലെ അനുസരിക്കാൻ അടിമയൊന്നും അല്ല. എല്ലാം അനുസരിക്കൊന്നും വേണ്ട ക്ലീറ്റോ. പക്ഷേ ഈ കൊള്ളരുതായ്മ സഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്തൊരു കൊള്ളരുതായ്മ കാണിച്ചത്? കിട്ടുന്ന പൈസ 40 ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളരുതായ്മ അല്ലേ അത്? അല്ലേ, 25 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞില്ലേ? 20 ലക്ഷം രൂപ കൊച്ചിന്റെ പേരിൽ ഫിക്സഡ് ഇടണ്ടേ? മതിയല്ലോ, ഒരാളിന് ബാക്കി 5 ലക്ഷം രൂപ പോലെ. ആര് പണിയും? എന്ത് വീട് ആര് പണിയും? ഒരേയൊക്കെ പണിയാം. നടക്കൂല ക്ലീറ്റോ. ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? എനിക്കൊരു നിർബന്ധമില്ല. ഇന്ന് തീർന്നു നമ്മുടെ ബന്ധം. എന്ന് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അന്ന് എന്റെ കൂടെ വന്നാൽ കൊതിപ്പിക്കണല്ലേ ക്ലീറ്റോ. ഇനി തങ്കം ഈ വീട്ടിൽ നിൽക്കൂല. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചത്? അനുഭവിക്കുമ്പോ തന്നെ വിളിക്കാം. പൈസ വരുമ്പോഴേ ഇനി വന്നോണം. കെട്ടിയാ വേണോന്ന് പറഞ്ഞു. വരും കുറെ. അത് തങ്കം രണ്ടാമത് ജനിക്കണം. ഇങ്ങനെ കുറെ ഉണ്ടെങ്കിൽ പൈസ തുടങ്ങിയ പെണ്ണുങ്ങൾക്ക് ഭ്രാന്താ. അവൾക്കതിലുണ്ടെങ്കിൽ വേണം. എനിക്ക് പിന്നെ കുറെ മോഹങ്ങൾ കൂടെ അതുകൂടെ നിറവേറാമല്ലോ. Alien versus Alien.